നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666. ജോയിന്റ് കൌൺസിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനം പ്രൗഢോജ്വലമായി. നാദാപുരത്തെ വിവിധയിടങ്ങളിലായി സംഘടിപ്പിച്ച 2 ദിവസത്തെ സമ്മേളന പരിപാടിയിൽ സാംസ്കാരിക സമ്മേളനം ഇ.കെ. വിജയൻ എം.എൽ.എയും ജില്ലാ സമ്മേളനം ഉദ്ഘാടനം CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി. ഗവാസും നിർവഹിച്ചു. 2 ദിവസങ്ങളിലായി കല്ലാച്ചിയിലും നാദാപുരത്തും നടത്തപ്പെട്ട ജോയിന്റ് കൌൺസിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനമാണ് പ്രൗഢോജ്വലമായത്. വിളംബര ജാഥയോടുകൂടി തുടക്കം കുറിച്ച പരിപാടി അണികളിലും ആവേശമുയർത്തി. കല്ലാച്ചി മാർക്കറ്റിന് സമീപത്ത് വെച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഇ.കെ. വിജയൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ഒരു ലോകയുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തെ മാടി വിളിക്കാൻ അമേരിക്കയും ഇസ്രയേലും പരിശ്രമിക്കുമ്പോഴാണ് അത് അരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് തീർച്ചയായും ശുഭോദർക്കമായ ഒരു കാര്യം. ഇറാൻ്റെ ഈ നിലപാടുകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ചൈനയും റഷ്യയും രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് സഹായകരമായ നിലപാടാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു ദുഃഖിക്കുന്ന സമീപനമുണ്ട്. ഇസ്രയേൽ പോയൊരു സമ്മാനം വാങ്ങിയാണ് നമ്മുടെ മോഡി വന്നത്. മോഡി വന്നതിന് ശേഷം ഒരക്ഷരം ഈ യുദ്ധത്തിൽ മരിച്ചു വീണ കുട്ടികൾക്ക് ഒരാദരാഞ്ജലി അർപ്പിക്കാൻ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നയിക്കുന്നത് RSSൻ്റെ രാഷ്ട്രീയമാണ്. ഫാസിസത്തിൻ്റെ മുന്നിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ, മോഡി ഭരണം നടക്കുമ്പോഴും ഇന്ത്യയിലെ മനുഷ്യർക്കുണ്ടാകാൻ പോകുന്ന വിപത്തിൻ്റെ തുടക്കമായി ഈ മൗനത്തെ നമുക്ക് കാണേണ്ടി വരും. CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി മുഖ്യപ്രഭാഷണവും നടത്തി. നാദാപുരം മഹാകവി മോയിൻകുട്ടി സ്മാരക ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം കൊടിയുയർത്തലും രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചനയും നടത്തിയായിരുന്നു തുടക്കം കുറിച്ചത്. സമകാലിക വിഷയങ്ങളും LDF സർക്കാരിന്റെ തുടർഭരണവും ഊന്നിപ്പറഞ്ഞ് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി. ഗവാസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കായ മലയാളികളെ കുറിച്ചോർത്ത്, ലക്ഷക്കണക്കായ ഇന്ത്യക്കാരെ കുറിച്ചോർത്ത് നമ്മളെല്ലാവരും വ്യാകുലപ്പെടുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, ഇവരോടെല്ലാം ആധുനികമായ കാലഘട്ടത്തിൻ്റെ സങ്കേതങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി രാവിലെയും വൈകുന്നേരവും ഉച്ചനേരത്തുമെല്ലാം നാം അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കവേ ഫ്ലാറ്റിൻ്റെ പുറകിലൂടെ പാഞ്ഞു പോകുന്നൊരു മിസൈലിനെ നമുക്ക് പലരും വീഡിയോ കോളുകളിൽ കണ്ടവരുണ്ട്. അവർ അയക്കുന്ന ചിത്രങ്ങളിൽ രാത്രികാലങ്ങളിൽ പൂരപ്പറമ്പ് പോലെ എത്രയോ ദൂരത്ത് മിസൈലുകൾ, ബോംബുകൾ വന്നു പതിച്ചതിൻ്റെ ശബ്ദത്തെ, അതിൻ്റെ വെളിച്ചത്തെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഒരു യുദ്ധം എത്രമാത്രം ഭീകരമായ അവസ്ഥയാണ് ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരിലേക്ക് പടർത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നതിൻ്റെ ഭീതിപൂർവമായ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്? നാം പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളുടെ അവസാനം എന്താണ് അവശേഷിക്കുന്നത്? യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് തീർച്ചയായും അധികാരത്തോടുള്ള ആർത്തി കൊണ്ടാണ്. സ്വന്തം ആശയത്തെയും സ്വന്തം രാഷ്ട്രീയത്തെയും സ്വന്തം വിശ്വാസത്തെയും മാത്രം നാട്ടിൽ പുലർന്നു കാണണമെന്നാഗ്രഹിക്കുന്ന ഇടുങ്ങിയ ചിന്തകളാൽ നയിക്കപ്പെടുന്ന ഭരണമത നേതൃത്വങ്ങളാണ് നമ്മുടെ നാട്ടിലെ എല്ലാ യുദ്ധങ്ങളുടെയും കാരണക്കാരായിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കെ. ഷിജു അധ്യക്ഷനായി. പി. സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി. ഹാപ്പി, വി. ബാലകൃഷ്ണൻ, കെ. അജിന, AKSPU ജില്ലാ സെക്രട്ടറി ബിബി ബിനീഷ്, പി. റാം മനോഹർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മനോജ് പാറപ്പുറത്ത് രക്തസാക്ഷി പ്രമേയവും ദീപ്തി KP അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.